റോളർ റെസിപ്പി. അതും ബീഫും ചീസും എല്ലാം വെച്ച് ഒരു ഫില്ലിങ്ങോടെ നോക്കാം എങ്ങനെ ചെയ്യാം. ചിക്കൻ റോളറിന് ഞാനിവിടെ ചിക്കന്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു ഫില്ലിങ് റെഡിയാക്കണം. ആ ഫില്ലിങ്ങിന് നമുക്ക് ആദ്യം ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതൊരു 2 ഗാർലിക് ക്ലോവ്സ് ചോപ്പ് ചെയ്തതാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അണിയൻസ് ചോപ്പ് ചെയ്തത്. അത് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടൊമാറ്റോ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. നമ്മളിവിടെ ബീഫിന്റെ ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചെയ്യാം, വെജ് വേണമെങ്കിൽ വെജ് ചെയ്യാം. അതല്ല സോസേജസ് വേണമെങ്കിൽ സോസേജസ് ചെയ്യാം. ഇവിടെ ടൊമാറ്റോയും അണിയൻസും നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മിൻസ്ഡ് ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അത് വെന്ത് വരുന്നുണ്ട്. നമുക്കതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഇത് മിൻസ്ഡ് ബീഫില് ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കി ചേർത്താൽ മതി. ഞാൻ ഇതിൽ അല്പം ഉപ്പേ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ നമ്മൾ പറയും. ഇതിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസ്, 1 ടീസ്പൂണൊക്കെ മതിയാവും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീഫിന്റെ എല്ലാ സൈഡിലേക്കും മസാലാസും ടൊമാറ്റോ സോസും ഒക്കെ എത്തുന്നത് പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ബീഫ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കാം. ഇത് മൊസറല്ല ചീസാണ്. അതും കൂടെ ഒന്ന് ഉരുകി വരാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചീസൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം, റോൾ ചെയ്യാൻ. ഞാനിവിടെ ഒരു ചോപ്പിംഗ് ബോർഡിന്റെ മേളിലേക്ക് ക്ലിങ് ഫിലിം വെച്ചിട്ടുണ്ട്. അതിന്റെ മേളിലായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ്, ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം ഒറിഗാനോ. ഇതിന് മുകളിലായിട്ട് ഒരു ലെയർ പ്ലാസ്റ്റിക്കും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സിപ്പ് ലോക്ക് പൗച്ചിനകത്താണെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പം ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ടെൻഡറൈസർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷെ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ടെൻഡറൈസർ ഇല്ലാത്ത കാരണം നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ടാണ് ഞാനിവിടെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒത്തിരി കട്ടിയിൽ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ ഇത് കീറിപ്പോവും. നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പാടുവരും. അല്ലാതെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് അടിച്ച് പരത്തി എടുക്കാം. ഇപ്പോൾ 2 സൈഡും നമ്മൾ നല്ലപോലെ സോൾട്ടും പെപ്പറും ഒറിഗാനോയും ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിന്റെ ഫില്ലിങ് വരും. ഇങ്ങോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ഇത് റോൾ ചെയ്തെടുക്കാം.
നമ്മുടെ റോള് നമ്മൾ അങ്ങനെ തന്നെ ഫിലിമിനകത്ത് ഒന്ന് നല്ല പോലെ വീണ്ടും റോൾ ചെയ്യാം. രണ്ടറ്റവും നല്ലപോലെ ചുരുട്ടിയെടുക്കണം. എത്രത്തോളം നമുക്ക് ചുരുട്ടാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ടൈറ്റായിട്ട് ചുരുട്ടിയെടുക്കണം. നല്ല പോലെ ഞാനിവിടെ റോൾ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു 30 മിനിറ്റ് നമുക്കൊന്ന് ചില്ല് ചെയ്യണം. ഇതാ നമ്മളുടെ ചിക്കൻ ചില്ല് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ എടുത്ത് നമ്മളുടെ ഇത് ഫ്ലോർ ആണ്, ഇതിനകത്തൊന്ന് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്യുക. ഇത് എഗ്സ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലും നല്ല പോലെ ഒന്ന് റോൾ ചെയ്ത് നമുക്ക് ബ്രെഡ് ക്രംസിനകത്തും കൂടെ ഒന്ന് നല്ലപോലെ റോൾ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാ സൈഡും ഒന്നാകുന്നത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ട് നമ്മൾ വറുത്തെടുക്കരുത്. കാരണം ചിക്കൻ വേവാത്ത ചിക്കനാണ്. അപ്പൊ റോ ചിക്കൻ ആയതുകൊണ്ട് ഉള്ളിലോട്ട് വെന്ത് കിട്ടണമെങ്കിൽ നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എപ്പോഴും ഇത് ചെയ്തെടുക്കാൻ. അപ്പൊ എല്ലാ സൈഡും ഇങ്ങനെ നമ്മൾ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. ഇനി ആർക്കെങ്കിലും സംശയമുണ്ട് ചിക്കൻ വെന്ത് കിട്ടുമോ ഉള്ളിലല്ലേ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മൂടി വെച്ച് വേണമെങ്കിലും വേവിക്കാം. ഇതാ നമ്മളുടെ ചിക്കൻ റോളർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം. നമ്മളുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതാ നമ്മളുടെ ചിക്കൻ റോൾ. അപ്പോൾ വീട്ടില് ഗസ്റ്റ് വരുമ്പോൾ സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി ഉണ്ടാകുമ്പോഴൊക്കെ ഒന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒപ്പം തന്നെ ഇഫ്താർ സ്പെഷ്യലായിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. Stay tuned for more videos.